മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമുള്ള 207 ഒഴിവുകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2024 ജൂലൈ 2 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ജൂനിയർ ക്ലർക്ക്, കാഷ്യർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് OMR പരീക്ഷയും മറ്റുള്ള വിഭാഗങ്ങളിലേക്ക് ഓൺലൈൻ പരീക്ഷയുമായിരിക്കും. ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികയിൽ 190 ഒഴിവുണ്ട്. നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നിയമനം. ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളും ബാങ്കുകളുമായിരിക്കും നിയമനാധികാരി. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിശദവിവരങ്ങൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്നതാണ്. തപാൽ വഴി അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ദേശീയ തലത്തിൽ 2681 പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്ക് ജനൌഷധി മരുന്ന് വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങാൻ പ്രാഥമിക അനുമതി നൽകിയതായി കേന്ദ്ര സഹകരണ മന്ത്രാലയം അറിയിച്ചു. 624 സംഘങ്ങൾ ഡ്രഗ് ലൈസൻസ് നേടിയിട്ടുണ്ട്. ആകെ 4692 പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളാണ് ജനൌഷധി കേന്ദ്രങ്ങൾക്കായി അപേക്ഷിച്ചിട്ടുള്ളത്. ഗ്രാമീണ തലത്തിൽ ജനൌഷധി കേന്ദ്രങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യം നേടാനാണ് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഇത് തുടങ്ങാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയത്. ഓരോ പഞ്ചായത്തിലും കാർഷിക വായ്പാ സംഘങ്ങളിലൂടെ ജനൌഷധി കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ രൂപീകരിച്ച സഹകരണ ബാങ്ക് കൺസോർഷ്യം അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. 2024 ജനുവരി 19 ഇറക്കിയ ഉത്തരവ് അനുസരിച്ച് ഉണ്ടാക്കിയ കൺസോർഷ്യമാണ് അവസാനിപ്പിക്കുന്നത്. 1500 കോടി രൂപയാണ് ഈ കൺസോർഷ്യം വഴി പെൻഷൻ കമ്പനിയിലേക്ക് പിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ 835 കോടി രൂപയാണ് പിരിച്ചു കിട്ടിയത്. ഈ കൺസോർഷ്യത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് കിട്ടിയ പണത്തിന് പലിശ കണക്കാക്കി നൽകുന്നതിന് അനുമതി വേണമെന്ന് കാണിച്ച് കൺസോർഷ്യം ഫണ്ട് മാനേജർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ. ഫണ്ട് മാനേജറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൺസോർഷ്യം അവസാനിപ്പിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. സഹകരണ സംഘങ്ങളിലെ പ്രസിഡന്റുമാരുടെ ഓണറേറിയവും ഭരണസമിതി അംഗങ്ങളുടെ ദിനയാത്രാ ഭത്തയും വർദ്ധിപ്പിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ കേരള സഹകരണ ഫെഡറേഷൻ സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചു. 2014 അവസാനമായി ഓണറേറിയം പുതുക്കിയത്. ഇത് പുതുക്കി നിശ്ചയിക്കണമെന്ന് കാണിച്ച് വിവിധ സഹകാരികളും സംഘടനകളും സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. നിയമസഭയിൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഓണറേറിയം പുതുക്കുന്നത് സർക്കാർ പരിഗണിച്ചു വരുന്നുവെന്ന മറുപടിയാണ് മന്ത്രി നൽകിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇതേ മറുപടിയാണ് സഹകരണ മന്ത്രിയിൽ നിന്നുണ്ടായത്. എന്നാൽ ഇത് പുതുക്കി നിശ്ചയിക്കാനുള്ള നടപടി ഉണ്ടായില്ല. ഇതോടെയാണ് ഇക്കാര്യത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് സഹകരണ ഫെഡറേഷൻ യോഗം തീരുമാനിച്ചത്. സഹകരണ സംഘത്തിന്റെ വളർച്ചയ്ക്ക് അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണ് അതിന്റെ ഭരണസമിതി അംഗങ്ങളും പ്രസിഡന്റും. ഇവർക്ക് ശമ്പളമോ മറ്റാനുകൂല്യമോ ഇല്ല. പ്രസിഡന്റുമാർക്ക് ഓണറേറിയവും ഭരണസമിതി അംഗങ്ങൾക്ക് ദിനഭത്ത, യാത്രഭത്ത എന്നിവയുമാണുള്ളത്. ഇത് നാമമാത്രമായ തുകയാണ്. 10 ലക്ഷം വിറ്റുവരവുള്ള ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റിന് മാസം ലഭിക്കുന്ന ഓണറേറിയം 2000 രൂപയാണ്. സംസ്ഥാനത്ത് സഹകരണ വകുപ്പിന് കീഴിൽ 16,300 സഹകരണ സ്ഥാപനങ്ങളാണുള്ളത്. ഭൂരിഭാഗവും ചെറിയ സംഘങ്ങളാണ്. സഹകാരികളുടെ കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനവും സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരെയും ഒന്നിപ്പിച്ച് നടത്തുന്ന ഇടപെടലുമാണ് ഓരോ സഹകരണ സ്ഥാപനത്തിന്റെയും വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അവർക്ക് നൽകുന്ന അംഗീകാരമായാണ് ഓണറേറിയം കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആ സ്ഥാപനത്തിലെ പാർട്ട് ടൈം സ്പീക്കർ ലഭിക്കുന്ന ആനുകൂല്യം പോലും അതിന്റെ വളർച്ചയ്ക്ക് സമയവും കാലവും നോക്കാതെ അധ്വാനിക്കുന്ന സഹകാരികൾക്ക് ലഭിക്കുന്നില്ല. കേരള ബാങ്ക് നിയമനങ്ങളിൽ സഹകരണ സംഘം ജീവനക്കാർക്കുള്ള കോട്ടയിൽ അപേക്ഷിക്കാൻ മിസലേനിയസ് സഹകരണ സംഘം ജീവനക്കാർക്ക് അവസരം നിഷേധിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഗിരികൃഷ്ണൻ കൂടാല പ്രസിഡന്റും OK വിനു സെക്രട്ടറിയുമായുള്ള കേരള ബാങ്ക് നോമിനൽ മെമ്പർ എംപ്ലോയീസ് ഫോറമാണ് ഹർജി നൽകിയത്. കേരള ബാങ്കിൽ ക്ലർക്ക്, കാഷ്യർ, അറ്റൻഡർ തുടങ്ങിയ തസ്തികകളിൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 15 കഴിഞ്ഞു. പക്ഷേ മിസലേനിയസ് അംഗങ്ങൾക്ക് കേരള ബാങ്കിൽ A ക്ലാസ് അംഗത്വം നൽകാത്തതിനാൽ അവയിലെ ജീവനക്കാർക്ക്
അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. എ ക്ലാസ് അംഗത്വമുള്ള സംഘങ്ങളിലെയും അർബൻ സംഘങ്ങളിലെയും ജീവനക്കാർ മാത്രമേ അപേക്ഷിക്കാവൂ എന്നാണ് കേരള ബാങ്ക് രൂപീകരിച്ചപ്പോഴുള്ള വ്യവസ്ഥ. ജില്ലാ ബാങ്കുകളായിരുന്നപ്പോൾ 3 വർഷം സർവീസുള്ള 50 വയസ്സ് കഴിയാത്ത മിസലേനിയസ് സംഘം ജീവനക്കാർക്കും അപേക്ഷിക്കാമായിരുന്നു. ജില്ലാ ബാങ്കുകൾ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ അത് പറ്റുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനങ്ങളിലൊന്നായ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന ഇഫ്കോയുടെ ചെയർമാനായി ദിലീപ് ഭായ് സംഘാനി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് ചെയർമാനായി ബൽവീർ സിംഗും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടുപേരെയും ഏകകണ്ഠമായാണ് തിരഞ്ഞെടുത്തത്. BJP നേതാവും അമ്രേലിയിൽ നിന്നുള്ള മുൻ ലോക്സഭാംഗവും മുൻ ഗുജറാത്ത് കൃഷി സഹകരണ മന്ത്രിയുമാണ് സംഘാനി. 20 അംഗ ഡയറക്ടർ ബോർഡിൽ 7 സ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 14 പേർ എതിരില്ലാതെ ജയിച്ചിരുന്നു. 7 പേരിൽ 4 പേർ പുതുമുഖങ്ങളാണ്. മിസലേനിയസ് സഹകരണ സംഘങ്ങൾക്ക് അപെക്സ് സംവിധാനം രൂപവൽക്കരിക്കണമെന്ന് മിസലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. സഹകരണ രജിസ്ട്രാർ വിളിച്ച യോഗത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ 15,000-ഓളം മിസലേനിയസ് സഹകരണ സംഘങ്ങൾക്ക് അംഗത്വം നൽകിയില്ല. ഇവയ്ക്ക് ഓവർ ഡ്രാഫ്റ്റോ പദ്ധതി ധനസഹായമോ വായ്പകളോ കേരള ബാങ്ക് നൽകുന്നുമില്ല. അതേസമയം ഇവയുടെ കറന്റ് സേവിംഗ്സ് സ്ഥിര നിക്ഷേപങ്ങളെല്ലാം കേരള ബാങ്കിലാണുള്ളതാനും. കേരള ബാങ്കിൽ അംഗത്വം നൽകി ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നപ്പോഴെന്ന പോലെ ഇടപാടുകൾ നടത്താൻ പറ്റില്ലെങ്കിൽ ശ്രീറാം കമ്മിറ്റി ശുപാർശ ചെയ്തതുപോലെ എല്ലാ ബാങ്ക് ഇടപാടും നടത്താവുന്ന അപെക്സ് സംവിധാനം രൂപീകരിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. കരുതൽ ധനം, സുരക്ഷാ നിക്ഷേപം, ഓഹരി തുടങ്ങിയവയായി മിസലേനിയസ് സംഘങ്ങളുടെ 400ഓളം കോടി രൂപ ഇപ്പോൾ കേരള ബാങ്കിലാണെന്നും ഇത് സ്ഥിര നിക്ഷേപമാക്കുകയോ തിരിച്ചു തരികയോ ചെയ്യണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ കയറുൽപ്പന്നങ്ങൾ ഇനി ആഗോള വിപണിയിലെത്തും. കയറുൽപ്പന്നങ്ങളുടെ വിപണനത്തിന് ബഹുരാഷ്ട്ര കമ്പനിയായ വാൾമാർട്ടുമായി കയർ കോർപ്പറേഷൻ ധാരണയിലെത്തി. രാജ്യത്ത് ആദ്യമായാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം വാൾമാർട്ടുമായി ധാരണയിലെത്തുന്നത്. അടുത്ത മാസത്തോടെ ഓൺലൈൻ വിൽപ്പന തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ ഇ-കൊമേഴ്സ് കമ്പനികളുമായും കോർപ്പറേഷൻ ചർച്ച നടത്തിയിട്ടുണ്ട്. വിപണി സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തി കയർ സംഘങ്ങൾക്കും തൊഴിലാളികൾക്കും വരുമാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ ഊന്നൽ നൽകുന്നത്. അതിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ വാൾമാർട്ട് പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികളുമായി ധാരണയുണ്ടാക്കിയത്. വാൾമാർട്ടിന്റെ അനുബന്ധ സ്ഥാപനമായ സാംസ്കാ ക്ലബ്ബുമായും ധാരണയിലെത്തിയിട്ടുണ്ട്. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് റിസ്ക് ഫണ്ട് പദ്ധതിയിലൂടെ നൽകുന്ന ആനുകൂല്യങ്ങൾ ഒട്ടും വൈകരുതെന്ന് കേരള സഹകരണ ഫെഡറേഷൻ ചെയർമാൻ CN വിജയകൃഷ്ണൻ സഹകരണ മന്ത്രി VN വാസവൻ അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത ശേഷം മാരകരോഗം ബാധിക്കുകയോ വായ്പയുടെ കാലാവധിക്കുള്ളിൽ മരിക്കുകയോ ചെയ്യുന്നവർക്ക് നേരത്തെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ആ അവസ്ഥ മാറി. 1 വർഷവും 1.5 വർഷവും കഴിഞ്ഞാലേ ആനുകൂല്യം ലഭിക്കൂ എന്ന സ്ഥിതിയിലാണിപ്പോൾ. പദ്ധതി വഴി ആനുകൂല്യം കിട്ടേണ്ട ജനങ്ങൾക്കും സഹകരണ സംഘങ്ങൾക്കും ഇത് ഏറെ നഷ്ടമുണ്ടാക്കുന്നു. അതിനാൽ റിസ്ക് ഫണ്ട് ആനുകൂല്യം സമയബന്ധിതമായി ലഭിക്കാൻ വേണ്ട സത്വര നടപടികൾ കൈക്കൊള്ളണമെന്ന് വിജയകൃഷ്ണൻ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. കേരള സഹകരണ റിസ്ക് ഫണ്ട് പദ്ധതി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി വായ്പക്കാരനുള്ള മരണാനന്തര സഹായം പരമാവധി 3 ലക്ഷം രൂപയായും ചികിത്സാ ധനസഹായം പരമാവധി 1.25 ലക്ഷം രൂപയായും സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. നേരത്തെ ഇത് യഥാക്രമം 2 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയുമായിരുന്നു. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ഡയറി പ്ലാന്റ് തൃപ്പൂണിത്തറയിൽ 2-3 മാസത്തിനകം കമ്മീഷൻ ചെയ്യും. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ MT ജയൻ 3-ാം വഴിക്ക് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചതാണിത്. 14-15 കോടി രൂപ ചെലവ് വരുന്ന സോളാർ പ്ലാന്റ് 2 മെഗാവാട്ട് വൈദ്യുതോൽപാദന ശേഷിയുള്ളതാണ്. അത്യാധുനിക ക്വാളിറ്റി കൺട്രോൾ ലാബും ഇവിടെ ഉണ്ടാകും. ഇടപ്പള്ളിയിലെ മിൽമ ആസ്ഥാനത്ത് സ്റ്റേറ്റ് സെൻട്രൽ ക്വാളിറ്റി കൺട്രോൾ ലാബും വൈകാതെ ഉദ്ഘാടനം ചെയ്യും. ഷുഗർ ഫ്രീ പേട, ചോക്ലേറ്റ് പേട, ജാക്ക് ഫ്രൂട്ട് പേട, ഗുവ ഐസ്ക്രീം, ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം, ബ്ലൂബെറി ഐസ്ക്രീം, ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം, വിവിധ ഇനം കുക്കീസ് തുടങ്ങി നിരവധി മൂല്യവർദ്ധിതോൽപ്പന്നങ്ങൾ എറണാകുളം മേഖലാ യൂണിയനുണ്ട്. ഹോട്ടൽ വ്യവസായ രംഗത്തും നന്നായി മുന്നേറുന്നു. കാലാവസ്ഥാധിഷ്ഠിതമായ കന്നുകാലി ഇൻഷുറൻസ് പോലെ അതുല്യമായ പരിരക്ഷകൾ ക്ഷീര കർഷകർക്ക് ഏർപ്പെടുത്തി. ഇടപ്പള്ളിയിൽ പ്രോഡക്ട്സ് ഡയറിയുടെ വിപുലീകരണം, കോട്ടയം പ്ലാന്റിന്റെ ശേഷി വർധന, വികേന്ദ്രീകൃത വെറ്റിനറി യൂണിറ്റുകൾ തുടങ്ങി നിരവധി സേവന വികസന പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി 3-ാം വഴി online@gmail.com എന്ന മെയിൽ ID യിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.